ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 33 റിവ്യൂ. ഇത്തവണ ഹൗസിൽ ഓണവിഭവം തയ്യാറാക്കാൻ ഹോട്ട്സ്റ്റാറിൽ പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനിമോളെയാണ്. ഇതിലൂടെ ഹൗസിലുള്ളവർക്കും അനിമോൾക്കും മനസ്സിലായി പുറത്ത് നല്ല പ്രേക്ഷക പിന്തുണ അനിമോൾക്കുണ്ടെന്ന്. മസ്താനി നേരത്തെ തന്നെ ഒരു സൂചന നൽകിയിട്ടുള്ളതാണ്. അനിമോൾക്ക് ആത്മവിശ്വാസം കൂടി. ഹൗസിലുള്ള മറ്റുള്ളവരുടെ അവസ്ഥ ഇച്ചിരി പരിതാപകരം തന്നെ. ഇന്ന് പണിപ്പുര ടാസ്ക് റിലേ ടാസ്ക് ആയിട്ടാണ് നടത്തുന്നത്. വൈൽഡ് കാർഡുകൾ 5 പേരും ഓരോരുത്തരായി 30 സെക്കൻഡിൽ ഒരാൾ പോയി വന്നതിന് ശേഷം അടുത്തയാൾ, അങ്ങനെ എല്ലാവരും പോകണം. പോകുന്നവർ അവരവരുടെ സാധനങ്ങൾ മാത്രമേ എടുക്കാവൂ. വേറെ ആരുടെങ്കിലും സാധനങ്ങൾ എടുത്താൽ അത് തിരിച്ചു വെക്കണം. ബസർ അടിക്കുന്നതിന് മുമ്പ് എല്ലാവരും പുറത്തിറങ്ങുകയും ചെയ്യണം. ആദ്യം പോയ 3 പേർ കറക്റ്റായിട്ട് ചെയ്തു. പക്ഷേ ജിഷിൻ പോയപ്പോൾ ജിഷിന് ഒരു കൺഫ്യൂഷനായി. ലക്ഷ്മിയുടെ പാക്കറ്റാണ് എടുത്തത്. പിന്നെ വന്ന ലക്ഷ്മിയും ജിഷിനും തമ്മിൽ ചെറിയ കൺഫ്യൂഷൻ. അവസാനം കറക്റ്റാണ് ലക്ഷ്മി പുറത്തിറങ്ങിയത്. ബസർ അടിച്ചിട്ടാണ് ഇറങ്ങിയതെന്ന് ഹൗസിലുള്ളവർ. പിന്നെ എല്ലാവരും കിടന്ന അവിടെ ഒരു തർക്കം. അവസാനം ക്യാപ്റ്റന്റെ തീരുമാനത്തിൽ വിട്ടു. ക്യാപ്റ്റൻ പറഞ്ഞു ലക്ഷ്മി ഇറങ്ങി വാതിലടിച്ചിട്ടാണ് ബസർ മുഴങ്ങിയത്. ഹൗസിലുള്ളവർ പറഞ്ഞു നിവിന്റെ ഫേവർ കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾ ജയിച്ചതെന്ന്. അതിൽ ഹൗസിലുള്ളവർക്കൊരു സ്മോൾ പണിയാണ് കിട്ടിയത്. അവിടെയുള്ള ഒരാളെ അനുകരിക്കുക, അതാണ് പണി. വൈൽഡ് കാർഡുകൾ തിരഞ്ഞെടുത്തത് ഒണിയലിനെ മാത്രമല്ല, നേരത്തെ ചേരുംപടി ടാസ്കിൽ പരാജയപ്പെട്ട ജിസൈലിനെയും തെരഞ്ഞെടുത്തു. ഒണിയിൽ അനുകരിച്ചത് ഷാനവാസിനെയും ജിസൈൽ അനുകരിച്ചത് അനിമോളെയും. ഈ ടാസ്കിൽ അനിമോൾ നല്ല സ്ക്രീൻ ബേസ് എടുത്തു. ജിസൈൽ അത് നന്നായിട്ട് അനുകരിക്കുകയും ചെയ്തു. എന്നത്തെയും പോലെ പ്ലാച്ചിയെ വെച്ച് പല കളികളും അനിമോൾ നടത്തി. ജിസൈൽ അത് അതുപോലെ തന്നെ പകർത്തിയെടുത്തു. ഒണിയലിന് കാര്യമായിട്ട് ശോഭിക്കാൻ സാധിച്ചില്ല. കാരണം ഷാനവാസ് വലിയ അവസരങ്ങൾ ഒണിയലിന് കൊടുത്തില്ല. ആകപ്പാടെ അനീഷിനെ ഒന്ന് ചൊറിയുക മാത്രമേ ചെയ്തുള്ളൂ. അതുകൊണ്ട് അനീഷിന് കുറെ കണ്ടന്റ് കിട്ടി. അതിനിടയ്ക്ക് ബാത്റൂം ക്ലീനിങ്ങിലുള്ള ലക്ഷ്മി അവിടെ സോഫയിലിരുന്ന ആരിന്റെ തേച്ച് വെച്ച ഷർട്ട് എടുത്ത് താഴെ ഇട്ടു. അവിടുന്ന് എടുത്തു കൊണ്ടുപോകാൻ നേരത്തെ മുന്നറിയിപ്പ് ലക്ഷ്മി ടീമംഗങ്ങളും കൊടുത്തിരുന്നു. അതാരും കേട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിട്ടത്. ഏതായാലും ആ കാണിച്ചത് വളരെ മോശമായി പോയി. കാരണം ഒരാളുടെ ഡ്രസ്സ് അങ്ങനെ വെറുതെ നിലത്തേക്ക് ഇടുന്ന ശരിയല്ലെന്നാണ് ആരിനടക്കമുള്ള ഹൗസിലുള്ളവർ പറഞ്ഞത്. ഒരു നെഗറ്റീവിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ലക്ഷ്മിയുടെ പരിപാടിയാണ് ഇതെന്ന് തോന്നുന്നു. കാരണം ആര്യൻ മാത്രമല്ല ഇത് ചോദിക്കാൻ വരുന്നത്, എല്ലാവരും വരും. അപ്പൊ കൂട്ടത്തിൽ അപ്പാനെയൊക്കെ വന്നിട്ട് ചുമ്മാ ചീത്ത വിളിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്കാർ നോക്കുമ്പോൾ ലക്ഷ്മിനെ ചുമ്മാ ആൾക്കാർ ചീത്ത പറയുകയാണല്ലോ. അപ്പാനെയൊക്കെ ഇത് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പാനെ എവിടെ കയറി പിടിക്കുന്ന അവരെല്ലാം റാണിയും രാജാവും ഒക്കെ ആവും. ലക്ഷ്മിയോട് സോറി പറയാൻ പറഞ്ഞിട്ട് ലക്ഷ്മി സോറി പറഞ്ഞില്ല. ഇങ്ങനെ ചെയ്തെങ്കിൽ പിന്നീട് ഇനി ആൾക്കാരെ ഇവിടെ കൊണ്ടുപോയിടുവില്ലെന്ന് ലക്ഷ്മി. ആര്യൻ ഇതിന്റെ ദേഷ്യത്തിൽ ലക്ഷ്മിയുടെ കുറച്ച് കട്ടിലെ കിടന്ന ബെഡ്ഷീറ്റും ചെരുപ്പൊക്കെ എടുത്ത് നിലത്തേക്ക് ഇടുന്നു. പിന്നെ അത് മാത്രമല്ല, അവിടെ പുറത്ത് ഗാർഡൻ ഏരിയ ഉണക്കാനിട്ടുന്ന തുണിയെടുത്ത് മുകളിലോട്ട് വലിച്ചെറിയുന്നു. ഹൗസിന്റെ മുകളിൽ അത് കുരുങ്ങി കിടപ്പുണ്ട്. ഏതായാലും വാഷ്റൂമിന്റെ തറയിലേക്ക് ലക്ഷ്മി അത് ഇട്ടത് ശരിയായില്ല. തൊപ്പി ടാസ്കിന്റെ 3ാം ഭാഗം പ്രതീക്ഷിച്ചിരുന്ന എല്ലാവർക്കും പണി കിട്ടി. അഭിലാഷും നൂറയും അതിലൊക്കെ കുറെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് എല്ലാ പ്ലാനുകളും തകിടം മറിച്ച 7ന്റെ പണി കൊടുത്തു. തൊപ്പി ടാസ്ക് തന്നെ മാറ്റിയെടുത്തു. കഴിഞ്ഞ ദിവസം സഹായികളാണ് ചെയ്യേണ്ടിയിരുന്നതെങ്കിൽ ഇത്തവണ ക്യാപ്റ്റനാണ് മത്സരിക്കേണ്ടത്. ഗാർഡൻ ഏരിയയിൽ ഒരു സൈഡിലുള്ള സ്റ്റാൻഡിൽ 2 ബോളുകളും ഓപ്പോസിറ്റ് സൈഡിൽ വേറെ 2 ബോളുകളും ഉണ്ട്. ഇതിൽ 1, 2, 3, 4 എന്നീ നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുള്ള പ്രത്യേക ടൈപ്പിലുള്ള സ്റ്റാൻഡിൽ ഈ ബോളുകൾ ഓരോന്നായി വെച്ച് ആദ്യം 1, പിന്നെ 2, അങ്ങനെയുള്ള ക്രമത്തിൽ വെച്ച് അവസാനം അവിടെ ഒരു ട്രെയിൽ കൊണ്ടുപോയി നിരത്ത് പോകാതെ ഓണിയിൽ അത് കറക്റ്റായിട്ട് ബാലൻസ് തെറ്റാതെ കൊണ്ടുപോയി വെച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ അങ്ങനെ ഫസ്റ്റായി. ഒണിയലിന്റെ ഒരു മികച്ച പ്രകടനമായിരുന്നു. രണ്ടാമതെത്തിയ നൂറയും നന്നായിട്ട് ചെയ്തു. മൂന്നാമതെത്തിയ നെവിനും വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. പക്ഷെ കളിയിൽ നിന്ന് ഔട്ടായി. നാലാമതെത്തിയ മസ്താനിയുടെ കയ്യിൽ നിന്ന് പലതവണ ബോൾ ചാടിപ്പോയി. ഒരു 10 മിനിറ്റ് കൂടുതൽ അവർ സമയം എടുത്തിട്ടുണ്ട്. അവരും പുറത്തായി. നാളത്തെ റൗണ്ടിൽ ഇനി ഏറ്റുമുട്ടാനുള്ള നൂറയുടെ ടീമും ഒണിയലിന്റെ ടീമുമാണ്. അവരിൽ ആർക്കായിരിക്കും സൂപ്പർ പവർ കിട്ടുക അടുത്ത ദിവസം അറിയാം. കഴിഞ്ഞ ദിവസങ്ങളിൽ അനീഷിന്റെ സീറ്റിൽ അപ്പുറേ ഇപ്പുറേ ഇരുന്ന നൂറയും ആദിലയും പിന്നീട് അനീഷിന് വേണ്ടി മാറിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഇന്ന് അവിടെ തന്നെ വന്നിരിക്കാൻ തുടങ്ങി. അനീഷ് അപ്പോൾ അവിടെ നിലത്തിരിക്കാൻ തുടങ്ങി. അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു, അനീഷ് സോഫയിൽ എന്താ ഇരിക്കാത്തതെന്ന്. ബിഗ് ബോസ് ഇത് കാണുന്നില്ല, എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി ആദിലയും നൂറയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ബോസ് ഇത് കാണുന്നില്ല, എന്നെ അപമാനിക്കുകയാണ്. ബിഗ് ബോസ് അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇത് കാണുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിലൂടെ ഇതിലൂടെ നടക്കുന്നു. അവസാനം നെവിൻ ക്യാപ്റ്റൻ അവിടെ പിടിച്ചിരുത്തുന്നു. അങ്ങനത്തെ രസകരമായ രംഗങ്ങൾ. അനീഷ് ഇരിക്കുന്ന സീറ്റിൽ ആദിലയും നൂറയും വന്നിരിക്കുന്നത് എന്തിനാണെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല. അനീഷിന്റെ അടുത്ത് ഗെയിം കളിക്കുമായിരിക്കും. പക്ഷെ അനീഷ് ആരാമോൻ. അനീഷിന്റെ അവിടെ ഇരുന്നുള്ള സ്ട്രാറ്റജി പരാജയപ്പെടുത്താനുള്ള അവരുടെ തന്ത്രമാണ്. പക്ഷെ അനീഷ് പരാജയപ്പെടുത്താൻ അവർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അനുമോളുടെ പല്ലടിച്ച് കൊഴിക്കുമെന്ന് ശൈത്യ. അനുമോളുടെ പഴയ ബോയ് ഫ്രണ്ടിന്റെ കാര്യം ഹൗസിനുള്ളിൽ പറഞ്ഞു പറ്റുന്നത് ശൈത്യാണെന്ന് അനുമോൾ ചോദിച്ചപ്പോഴാണ് ഈ മറുപടി. ആര്യനാണ് ഇത് പറഞ്ഞതെന്ന് ശൈത്യ ആര്യനെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആര്യൻ അനുമോളോട് പറയുന്നു, എനിക്കെതിരെ നീ പണി തന്നു, അതുകൊണ്ട് പകരം ഞാൻ പണി തന്നതെന്ന് ആര്യൻ അനുമോളോട്. നിന്റെ സീരിയൽ ഡ്രാമ എൻ്റെ അടുത്ത് വേണ്ടെന്ന് ശൈത്യ അനുമോളോട് കയർത്ത് സംസാരിക്കുന്നു. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് യൂസ് ചെയ്യുമായിരുന്നു എന്ന് ശൈത്യ. ഫേക്കാണ്, അട്ടർ ഫേക്കാണ് അനുമോൾ. ഇങ്ങനെയുള്ള ഒരാളോട് എൻ്റെ ലൈഫ് ഇനി ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവില്ലെന്ന് ശൈത്യ. ഞാൻ പിന്നിൽ നിന്ന് കുത്തുന്നവളാണെന്ന്, കട്ടപ്പയാണെന്ന്. ലാലേട്ടൻ മൊണ്ണപ്രയോഗം കാണിച്ചു കൊടുത്തപ്പോൾ ശൈത്യ ഒന്ന് പിന്നിൽ നിന്ന് കുത്തി. പക്ഷേ
പിന്നീട് അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഈ മസ്താനി പറഞ്ഞത് കേട്ട് ഒറ്റയടിക്ക് അനുമോള് ശൈത്യമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്തത് ശരിയായില്ല. നല്ല ഫ്രണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യേണ്ട കേസ് ഉണ്ടായിരുന്നുള്ളൂ. അക്ബർ പറഞ്ഞതുപോലെ ഒക്കേഷനിലായിരുന്നു അനുമോളുടെ ഫ്രണ്ട്ഷിപ്പ്. രാത്രി വെസൽ ടീമിലെ മസ്താനിയായിട്ട് പ്രശ്നം. എല്ലാവരും അവരവരുടെ പാത്രങ്ങൾ കഴുകി വെക്കണം, ഞാൻ ആരുടെയും പാത്രം കഴുകിയില്ലെന്ന് മസ്താനി. കഴുകി വയ്ക്കാത്ത പാത്രങ്ങൾ വെസൽ ടീമുകളാണ് കഴുകുന്നത് എന്ന് അക്ബറും അപ്പാനിയൊക്കെ. മറ്റുള്ളവരുടെ പാത്രങ്ങൾ മാത്രമല്ല, അവിടെ ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ ബാക്കി വന്ന പാത്രങ്ങൾ അവിടെ കഴുകാതെ കിടപ്പുണ്ടായിരുന്നു. നാളെ തിരുവോണമാണ്, ഇത് ഇന്ന് തന്നെ കഴുകി വെക്കണമെന്ന് അപ്പാനിയും അക്ബറും ഒക്കെ ബെഡ്റൂമിൽ ചെന്ന് വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനോടും നെവിനോടും ഒക്കെ പറയുന്നുണ്ട്. കലുഷിതമായ ചുറ്റുപാടുകൾ, അവർക്ക് പാത്രം ഒന്ന് കഴുകി വെച്ചിട്ട് കിടന്നുറങ്ങിക്കൂടെ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ.